ഇമാജിൻ ദി മൈൻഡ്. ഇമാജിൻ ദി മൈൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇമാജിൻ ചെയ്യുക, അത് നമ്മൾ ഡ്രീം കാണുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്നുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇൻ എ മെൻ്റൽ സ്റ്റേറ്റ് ബിറ്റ്വീൻ ഡ്രീമിങ് ആൻഡ് ബീയിങ് ഫുള്ളി awake is a state known as daydreams or a meditative state. നമ്മളൊരു ധ്യാനാത്മകത അല്ലെ മെഡിറ്റേറ്റിംഗ് മൂഡിൽ നിന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ പലതും പുതിയ ന്യൂ ക്രിയേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. മനുഷ്യനുള്ളിലേക്ക് എന്തെങ്കിലും എഴുതാനാണേലും വരയ്ക്കാനാണേലും എങ്ങനെയൊക്കെയോ നമ്മുടെ ഉള്ളിൽ ഈ സിക്സ് സെൻസ് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നതാണ്. അതൊരു ഉണർവാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഇമേജസ് ആണ് നമ്മുടെ ഉണർവിലൂടെ കിട്ടുന്നത്. ഇമേജസ് ആണ് ഇൻ മെൻ്റൽ സ്റ്റാറ്റ് ബിറ്റ്വീൻ ദി ഡ്രീമിങ് ആൻഡ് ബീയിങ് ഫുള്ളി അവേക്കൻ സ്റ്റാറ്റ് നോൺ ആസ് ഡേ ഡ്രീം ഓർ എ മെഡിറ്റേഷൻ സ്റ്റാറ്റ്. ഈ അവേക്കിങ്ങിനെ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുവെ ഡേ ഡ്രീംസ്, അതാണ് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞത്. നമ്മൾ സ്വപ്നം കാണും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിലോസഫേഴ്സും എഴുത്തുകാരും ഒക്കെ നമ്മുടെ സങ്കല്പ ലോകത്തിലേക്കൊക്കെ പലപ്പോഴും കൂട്ടിക്കൊണ്ടുപോകും. അത് അങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു ഫിലോസഫിയാണ്. ദി മെഡിറ്റേഷൻ മൂഡാണ് ഡ്യൂറിങ് വിച്ച് ദി തിങ്സ് വി സീ ഇൻ ദി സ്കൈ when the cloud are drifting the centuries and stages, antelopes and wolves. ആകാശത്തേക്കിങ്ങനെ നോക്കിയിട്ട് മേഘങ്ങളുടെ ഇടയിൽ നമ്മൾ കാണുന്ന ഈ സെഞ്ചുറീസ്, പകുതി മനുഷ്യനും പകുതി കുതിരയായിട്ടുള്ള ഫോംസുകൾ, നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ മേഘങ്ങൾ സഞ്ചരിക്കുമ്പോൾ ക്ലിയർ സ്കൈ, നമ്മുടെ കോളേജിൻ്റെ വാതിക്കൽ നിന്നിട്ട് ഒരു ക്ലിയർ സ്കൈയിൽ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ആകാശത്തിലൂടെ ചലിക്കുന്ന രൂപങ്ങളിൽ നമുക്ക് മനുഷ്യരെയും മൃഗങ്ങളുടെ രൂപങ്ങളും നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള ജീവികളെയൊക്കെ മിക്സ് ചെയ്ത് കാണുന്ന പോലെയൊക്കെ തോന്നും. എന്തിനാ നമ്മൾ അങ്ങോട്ടൊന്നും പോകണം? നമ്മുടെ വീട്ടിൽ പായൽ പിടിച്ചിരിക്കുന്ന ഒരു പ്രതലം എടുത്താൽ മതി, മതിലിൻ്റെയും ഭിത്തിയിലെയും കല്ലിലെയും അവിടെയൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ പുതിയ ഫോംസുകൾ കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തന രീതി കൊണ്ടാണ് കണ്ടത്. ചില മരത്തിലൊക്കെ നോക്കി അതിനകത്തൊക്കെ വേരുകളിലൊക്കെ പുതിയ ഷേപ്സുകൾ കാണും. നമ്മൾ കാപ്പിയുടെ വേരൊക്കെ പലരും പറിച്ച് ക്ലീൻ ചെയ്തൊക്കെ പുതിയ ഫോംസുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതൊരു കണ്ടെത്തലുകളാണ്. അതൊരു സൈക്കോളജിക്കൽ, ഒരു ധ്യാനാത്മകത, അതൊരു ഡേ ഡ്രീം. ഇത് നമ്മൾ മനസ്സിലാക്കിയത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അടിസ്ഥാന ബോധത്തിൽ, ഉപബോധ മനസ്സിൽ രൂപം കൊള്ളുന്നത് സൈക്കോളജിക്കലാണ് കാര്യങ്ങൾ. അതൊന്ന് അറിഞ്ഞിരിക്കും. പിന്നെ ആകാശത്ത് നമുക്ക് ചെന്നായ്ക്കളെയും മൃഗങ്ങളെയും, നമ്മൾ ദൈവത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ രൂപം ആകാശത്തിലെ മേഘങ്ങളിൽ കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ പ്രേതങ്ങളെയും രാക്ഷസനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അതൊക്കെ കാണാൻ പറ്റും. ഇത് വരകാരനാണെങ്കിൽ അത് വരച്ചിടും, ഒരു എഴുത്തുകാരനാണെങ്കിൽ അതിൽ മുങ്ങിക്കൊണ്ട് നമ്മളെ കാവ്യാത്മക ലോകത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഇത്രയേറെ വളർന്ന മനുഷ്യൻ്റെ സയൻറ്റിഫിക്കായിട്ട് വളർന്ന മനുഷ്യൻ്റെ ഒരു പ്രചോദനത്തിന് പലപ്പോഴും കാരണമാകാറുണ്ട് ഈ ധ്യാനാത്മകത, അല്ലെ പുതിയ പുതിയ ഡ്രീംസുകൾ, ഡേ ഡ്രീമുകൾ. അതാണ് അബ്ദുൽ കലാം നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വിഷ്വൽ മീഡിയ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് വളർന്നു വരണം. അത് നമ്മൾ റുഡോൾഫ് ആർൺഹിം, അദ്ദേഹം ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റായിരുന്നു, ഫിലോസഫറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി. അദ്ദേഹം മരിച്ചത് 1904 1904 ജനിക്കുകയും 2007 കഴിഞ്ഞ 2007 അദ്ദേഹം മരിച്ചത്. അപ്പോൾ അയാളുടെ ഒരു പേര് നമ്മൾ റുഡോൾഫ് ആമീൻ, ARMHEIN ആമീൻ. റുഡോൾഫ് ആമീൻ എന്ന് പറയുന്ന ഒരാൾ ഇതിനെക്കുറിച്ച് ധാരാളം പഠനം നടത്തി. അയാൾ പഠനം നടത്തിയ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയും ആർട്ടും അതിലുള്ള ഭാവനാത്മകതയെ കുറിച്ചായിരുന്നു അയാളുടെ സ്റ്റഡി. അയാളൊരു വലിയൊരു
ചിന്തകനും എഴുത്തുകാരനും ഓരോ കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഓരോന്ന് സ്റ്റഡി ചെയ്യാതാണല്ലോ വളർന്നു. അയാളുടെ ആ പേരൊന്ന് ചുമ്മാ നിങ്ങൾ എസ് ഒക്കെ എഴുതാൻ ചിലപ്പോൾ എഴുതാൻ വേണ്ടി നിങ്ങളൊന്ന് ഓർത്തിരിക്കും. ഈ നോട്ട്സൊക്കെ ഞാൻ പിന്നീട് തരാം. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ ഇങ്ങനെയുള്ള രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ല. ഇപ്പോൾ മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മൈക്കലാഞ്ചലോ എന്ന് പറയുന്നത് ലോകപ്രശസ്ത ചിത്രകാരൻ. റോമിലെ മേളിലെ ഡൂമിനകത്തും ഭിത്തികളിലൊക്കെ വരച്ചു വെച്ചിരുന്നത് ആകാശത്തിൽ നോക്കിയിട്ടാണ് അയാൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. മേഘങ്ങൾക്കിടയിലുള്ള രൂപങ്ങളിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ എന്ത് വരയ്ക്കണം, ഈ മേളിൽ വരയ്ക്കണം എന്നുള്ളത് പോപ്പ് പറഞ്ഞിട്ട് അത് അദ്ദേഹം ചെയ്യാനായിട്ട് ഇങ്ങനെ യേശുവിൻ്റെയും ജീവിതവും ആദവും ബൈബിളിൻ്റെ കഥകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒത്തിരി നാളിങ്ങനെ ചിന്തിച്ചിട്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ പുള്ളി ഒരു പാറമേൽ ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പം ക്ലിയർ സ്കൈയിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ ആകാശത്തിൻ്റെ ഉള്ളിൽ നിന്നും ഓരോരോ ഫോംസുകൾ ഇങ്ങനെ ഉണ്ടായി വന്നു എന്നാണ് മൈക്കലാഞ്ചലോ പറയുന്നത്. അത് കണ്ടിട്ടാണ് പിന്നെ അയാൾ മലന്ന് കിടന്ന് ആകാശത്ത് കണ്ട കാര്യങ്ങൾ തന്നെ ഭിത്തികളിൽ ഇങ്ങനെ വരച്ചു. അതിനകത്ത് ആദമുണ്ടാവുകയുണ്ട്, ക്രിസ്തുണ്ട്. അത് ലോകപ്രശസ്തമായ മ്യൂറൽ ചിത്രങ്ങളാണ്. ഇത് മനോഹരമായ മോഡൽസുകളെയൊക്കെ ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ പോയി ഇരുന്ന് അതിന് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളറിയാം. അപ്പോൾ ഇതുപോലുള്ള ഭാവനാത്മകത സൃഷ്ടിക്കുകയും ആ സൃഷ്ടി പിന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രാഫ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എഴുത്തുകാരനാണെങ്കിൽ അതിൻ്റെ ഭാഷ നന്നായിട്ട് ഉപയോഗിക്കണം. ചിത്രകാരനാണെങ്കിൽ അതിന് ബ്രഷും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം, കളറുകളൊക്കെ ഉപയോഗിക്കണം. സിനിമാക്കാരനാണെങ്കിൽ അതിന് ആ മീഡിയം ഉപയോഗിക്കണം. എന്ത് മീഡിയത്തിലൂടെയും നമുക്ക് ക്രിയേറ്റീവ് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. ഇമാജിൻസ് മനസ്സിലാണുണ്ടാകും. ആ ക്രിയേറ്റിവിറ്റിക്കാണ് വില. ഒരു ഐഡിയയ്ക്കാണ് എപ്പോഴും വില. ആ ഐഡിയയുടെ വില എത്ര വില കൊടുത്താലും ചില കാര്യങ്ങൾക്ക് കോടികൾ നമുക്ക് വിലയായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. റുഡോൾഫ് ആംഹാനും attempted to answer the question, what does the mental image look like? The Greek philosophy and the school of ലൂസിപ്പസ് എന്ന് പറഞ്ഞത് ഇതുപോലെ നമ്മുടെ ഫിലോസഫി നമ്മുടെ BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറാണ്. പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറാണ്. അദ്ദേഹം ഇതേ കാര്യത്തിൽ സ്പേസിനെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ക്യാൻവാസ് ആയിക്കോട്ടെ, ഒരു പ്രതലമായിക്കോട്ടെ, ചിത്രത്തിനുള്ള പ്രതലമായിക്കോട്ടെ, അതിൽ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായി വരുന്ന പുതിയ ഭാവനകളെക്കുറിച്ച് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് BC ഇതെല്ലാം കൂടെ സ്വാംശീകരിച്ച് നമ്മളിലും ഇതുപോലുള്ള ഐഡിയാസ് ഉണ്ടാകുകയും അതിനെ റിസർച്ച് അങ്ങനെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് പഠിച്ചേക്കുള്ള ഒത്തിരി ഫിലോസഫികളുണ്ട്. അത് നമ്മൾ PhD എടുക്കാനൊക്കെ ഉപയോഗിച്ചാൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിലേക്കൊക്കെ പോകാം പിന്നീട്. ഇതിപ്പം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇങ്ങനെ സൈക്കോളജിക്കലായൊരു മൂവ്മെൻ്റാണ്. അത് ഫിലോസഫിയായിട്ട് മിക്സ് ചെയ്താണ് ഇത് പുറത്തു വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണം. ഫിലോസഫേഴ്സ് എല്ലാം അരിസ്റ്റോട്ടലായാലും ഈ പറയുന്ന ഈ ലൂസിപ്പസ് ആയാലും ആരായാലും പ്ലേറ്റോ ആയാലും ഒക്കെ ഓരോ കാര്യങ്ങളിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ വിഷ്വലിനെ കുറിച്ചിട്ട്, അല്ല വിഷ്വൽ ഉണ്ടാകുന്നതിനെ കുറിച്ച്. അതിൽ നമ്മൾ നമ്മൾ ഇംപ്രഷനിസ്റ്റ് and carried meaning well from abstract art has shown this quality of line and shape, proportion and color, conveying meaning direct with the use of words of pictorial representations. നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോഴായാലും നമ്മുടെ എക്സ്പ്രഷൻസാണ്. നമ്മൾ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിൽ നിന്നൊരു എക്സ്പ്രഷനിസ്റ്റാണ്. അത് എക്സ്പ്രസ് ചെയ്യണം, നമ്മുടെ മനസ്സിലെ ഭാവനയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം പുറത്തോട്ട്. അത് ക്യാൻവാസിലാണെങ്കിൽ നമ്മൾ നിറങ്ങളും കർണങ്ങളും ബ്രഷും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു. എഴുത്തുകാരാണെങ്കിൽ അവരുടെ വാക്കുകളുടെ വേറൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഭാവന ഉണർത്തും. മറ്റേ പിക്ചറിറ്റിക്കായിട്ട് കാണാം ചിത്രകാരന്മാർ. അതിന് എക്സ്പ്രഷനിസ്റ്റിക്
അല്ലെങ്കിൽ ഇംപ്രഷനിസ്റ്റിക് ചിത്രങ്ങൾ, അവരുടെ ആ ഇംപ്രഷനിസം, ഇംപ്രസ് ചെയ്യണത്, അവരുടെ മനസ്സിൽ ഇംപ്രസ് ചെയ്ത കാര്യത്തെ അവർ പ്രതിഫലിപ്പിച്ചിട്ട് നമ്മളെ കാണിക്കും. ഇംപ്രഷനിസം തൊട്ട് ആബ്സ്ട്രാക്റ്റ് ആർട്ട് വരെ. ഇംപ്രഷനിസ്റ്റിക് ആർട്ടിസ്റ്റുകളെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഈ ചിത്രകല പഠിക്കുന്നവർക്കറിയാം. പഠിക്കുമ്പോൾ നമ്മളത് സാധാരണ പഠിക്കുന്നത്, നിങ്ങൾ അതിൻ്റെ ആവശ്യം മോനെട്ട് മോനെ എന്ന് പറയും. എക്സ്പ്രഷനിസ്റ്റായിട്ടുള്ള വിൻസെൻ്റ് വാൻ ഗോഗ്, അബ്സ്ട്രാക്റ്റ് ആർട്ടിസ്റ്റായിട്ടുള്ള പിക്കാസോ, ഇവരുടെ ചിത്രങ്ങളിലെല്ലാം അമൂർത്തങ്ങളായ ഭാവങ്ങളും ഈ സിക്സ് സെൻസ് വളർത്തിയിട്ടുള്ള ഫിലോസഫികളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ചിത്രകാരന്മാർ ചിത്രത്തിൽ ചെയ്യുന്നു, മറ്റുള്ളവർ അവരുടേതായ മീഡിയത്തിൽ എഴുത്തുകാരൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ വേർഡ്സ് പിക്ചറൈസ് റെപ്രസെൻറ്റേഷൻ, വാസിൽ കാൻഡിൻസ്കി showed how draw, line and mark can be expressed with any associate with a representation image from the most ancient culture and through history. Visual language has been used to encode meaning. വിഷ്വൽ ലാംഗ്വേജിന് നമുക്കൊരു അർത്ഥം തന്നിട്ടുണ്ട്. ചിത്രം കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഞാൻ പറയാം, 1000 വാക്കുകൾ കൊണ്ട് എഴുതുന്നതിന് വലിയ കാര്യമാണ് ഒരു ചിത്രം കാണിച്ചു തരിക. അത് നമ്മുടെ മനസ്സിൽ പോയിട്ട്, തലച്ചോറിൽ പോയിട്ട് അങ്ങ് പതിയും. പിന്നെ ഒരിക്കലും അത് മാറുന്നില്ല. നമ്മുടെ സങ്കല്പത്തിൽ ഒരു വസ്തു എന്തായാലും, കസേര, മേശ, വീട്, റോഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിത്രം പതിഞ്ഞു വരും. അത് ഏത് ടൈപ്പിലേക്ക് നമ്മുടെ ഭാവനയെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് കഴിയും ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ വിഷ്വലി നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ റിയാക്ഷനായിട്ട്, അതായത് ഇംപ്രഷൻ അല്ല എക്സ്പ്രഷൻ, അബ്സ്ട്രാക്ഷൻ, അമൂർത്തമായ ഭാവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് രചനകൾ നടത്താം. അപ്പോൾ ഇമേജിങ് ഇൻ ദി മൈൻഡ് മാപ്പ്, മൈൻഡിൽ ഉണ്ടാകുന്നൊരു രൂപരേഖ, ആദ്യം കിട്ടുന്നൊരു സ്കെച്ച്, അത് നമ്മൾ ചിത്രങ്ങളായും ഇമേജസുകളായും മനസ്സിൽ സൂക്ഷിക്കാം. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻറ്റിലൂടെ നമുക്ക് പല കാര്യം എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് കവികളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതും ചിത്രകാരന്മാർ വരയ്ക്കുകയും. അത് തന്നെ ഇന്നത്തെ മോഡലിലൂടെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് ഫോംസുകളും ക്രിയേറ്റീവ് വർക്കുകളൊക്കെ ഉണ്ടായി ഗെയിം ഷോസുകൾ, പുതിയ ഗെയിംസ് നമ്മുടെ ഭാവനയിൽ ഉണ്ടാക്കുന്നത് എന്തും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആനിമേഷൻസുകൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വലിയ 3D മോഡൽസുകൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ മൂവ് ചെയ്യിക്കാം. അവതാറിലേക്ക് കഥാപാത്രങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ പോസ്റ്റേഴ്സും ജസ്റ്റേഴ്സും മൂവ്മെൻറ്റ്സും എല്ലാം മനുഷ്യനിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ആ ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിയേറ്റീവായിട്ടാണ്. അത് ഗ്രാഫിക്സുകളും ഹ്യൂമൻ ബീയിങ്ങിനെ തന്നെ എടുത്തിട്ട് പുതിയ രീതികളിൽ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സങ്കല്പങ്ങൾ. ഒത്തിരി ഗ്രാഫിക്സുകൾ ഇമാജിനേഷൻ നമ്മൾ ബാഹുബലിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ വാഴച്ചാലിൻ്റെ ഒരു വെള്ളച്ചാട്ടം അവർ ഷൂട്ട് ചെയ്തിട്ട് പല ലെയറുകളായിട്ട് വളരെ ഹൈറ്റുള്ള വെള്ളച്ചാട്ടം പോലെ ആക്കിയിട്ട് അതിലൂടെയൊക്കെ കയറുന്നതായിട്ടുള്ള ഗ്രാഫിക്സുകൾ നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്തിട്ട് അതിൽ മിക്സ് ചെയ്ത് കയറ്റി അത്ഭുതകരമായ പ്രസൻറ്റേഷൻ ചെയ്ത് ഇന്ത്യയിലെ ഒരു സിനിമയാണ്. ലോകം മുഴുവൻ വളരെയധികം കളക്ട് ചെയ്ത ഒരു ചിത്രം. അവതാർ പോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കോടിക്കണക്കിന് പൈസ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ. ചൈനയുടെ പൈസ, നമ്മുടെ ഇന്ത്യയെ കൂടുതൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടെ 5000 കോടിയുടെ ഉൽപ്പന്നങ്ങൾ വരുത്തിയപ്പോൾ ഒരു സിനിമ പോയിട്ട് 7000 കോടി ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഈ മീഡിയയുടെ ഒരു ബലം എന്താണ്, വിഷ്വൽ കൊണ്ടുള്ള പണം ഉണ്ടാക്കലും അതിഭയങ്കരമാണ്. അത് നിങ്ങളൊക്കെ ആരാണ് സ്പിൽബർഗ് പോലെയൊക്കെ ആകണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു അടിസ്ഥാന പഠനമാണ്. ഇപ്പോൾ ഇമാജിനേഷൻസും വിഷ്വലൈസേഷനും ഒരു ഡ്രഗ്സും കഴിക്കാതെ തന്നെ പുതിയ പലരും പറയാറ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, മറ്റേ ഇത് ഒക്കെ വലിച്ചിട്ടാണ് ഭയങ്കര ഭാവന എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല. നമുക്ക് MD വാസുദേവനോ അല്ലെങ്കിൽ ONV കുറുപ്പോ കവിത എഴുതുന്നതും എനിക്കറിയാവുന്ന ഒത്തിരി നല്ല ചിത്രകാരന്മാരൊന്നും ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാതെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി പ്രസൻറ്റ് ചെയ്യുന്നത്. യൂറോപ്പ് പിന്നെ അവരുടെ കൾച്ചറാണത്, മദ്യപാനം പോലുള്ള കാര്യങ്ങൾ. അതൊന്നും അല്ലാതെ തന്നെ വിഷ്വലൈസേഷൻസ് നമ്മുടെ രാജാരവിവർമ്മേനെ പോലുള്ളവരൊക്കെ ഈ ഇന്ത്യൻ ദൈവസങ്കല്പങ്ങളെയൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ്. സരസ്വതി നമ്മൾ പൂജിക്കുന്ന ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ കലണ്ടർ ചിത്രങ്ങളൊക്കെ ഇല്ലേ, രവിവർമ്മ വരച്ചാണ്
ഒരു നമ്മൾ വഴിയിലൊക്കെ ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് വന്ന് മോഡൽ നിർത്തി അവർക്ക് പൈസ കൊടുത്ത് നിർത്തിയ മോഡൽസിനെ വെച്ചിട്ട് ദൈവരൂപങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ട് നമ്മളെ പൂജാമുറിയിലേക്ക് കയറ്റിവിട്ടു. അതുവരെ നമ്മൾ മ്യൂറൽ പോലെ ലൈൻ സ്കെച്ചിനകത്ത് ഫില്ല് ചെയ്യുന്ന കളറാണെങ്കിൽ പുള്ളിയല്ലേ 3D ഫോട്ടോ എടുത്ത പോലെ ദൈവങ്ങളെ സൃഷ്ടിച്ചു വെച്ചു. ദൈവങ്ങളെന്ന് പറഞ്ഞാൽ സങ്കല്പമാണ്, ലിറിക്കലായിട്ട് ഉണ്ടാക്കി വെച്ച സങ്കല്പങ്ങളെ അതേപോലെ വരച്ച് ഒരു ചിത്രമാക്കി നമുക്ക് പ്രസൻറ്റ് ചെയ്യും. അതാണ് രവി വർമ്മ. അപ്പോൾ നിങ്ങൾ ഇമാജിനേഷൻസ് ഉണ്ടാക്കുക, ധാരാളം ഡ്രീംസ് കാണുക, സ്കെച്ചായിട്ടും എഴുത്തായിട്ടും ഐഡിയാസായിട്ടും ഒക്കെ ബുക്കുകൾ കുറിച്ച് വെക്കുക. അങ്ങനെ ഒരു നോട്ട് ബുക്ക്, ഒരു ഐഡിയ ബുക്ക് ഉണ്ടാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട, ഐഡിയ ബുക്ക്. തോന്നുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം, മനസ്സിലാക്കുന്നതെല്ലാം, പുതിയ നിങ്ങളുടെ ചിന്തകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഓരോ ആശയങ്ങൾ ഓരോ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കാൻ ഒരു ഐഡിയ ബുക്ക് ഉണ്ടായിരിക്കും.